ഇന്നത്തെ വീഡിയോയിൽ വെറും നൈറ്റി പീസ് കൊണ്ട് തയ്ച്ച ഒരു തുണിയിൽ നമ്മൾ പാർട്ടി വെയർ ആയിട്ടുള്ളൊരു കുർത്തിയുടെ സ്റ്റൈലിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഇതേപോലെ രണ്ട് സൈഡും പ്ലീറ്റ് വെച്ച് കൊടുത്തിട്ട് അവിടെയാണ് നമ്മൾ ബീഡ്സ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ നെക്ക് ലൈനിലും ഒരു ചെറിയ സീക്വൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. നോർമൽ നീഡിൽ വെച്ചാണ് നമ്മൾ ഈ വർക്കെല്ലാം ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ് എല്ലാം കാണിക്കുന്നത്. ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതുകൂടെ കാണുക. നെക്കിൻ്റെ ഭാഗമാണ് ആദ്യമേ സീക്വൻസ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു സീക്വൻസ് ഇതേപോലെ കോർത്ത് എടുത്തു. എന്നിട്ട് നമ്മളുടെ സൈഡിൽ ഇതേപോലെ ഒന്ന് കുത്തി അതിൻ്റെ അപ്പുറം തന്നെ നീഡിൽ പുറത്തേക്ക് എടുത്തിട്ടാണ് അടുത്ത സീക്വൻസ് നമ്മൾ കോർത്തെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ സൈഡിൽ കുത്തി എടുത്തതിന് ശേഷം അടുത്ത സീക്വൻസ് ഇതേപോലെ ആ നൂലിൽ കോർത്തു. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ സീക്വൻസിൻ്റെ തൊട്ട് അടുത്തായിട്ട് തന്നെ ഇതേപോലെ കുത്തിയിട്ട് നമ്മൾ തൊട്ടപ്പുറം തന്നെ ഇതേപോലെ എടുക്കുക. നമ്മൾ കുത്തി താഴെ കൂടിയല്ല, നേരെ ഫ്രണ്ടിലേക്ക് തന്നെയാണ് കുത്തി ഇങ്ങനെ എടുക്കുന്നത്. ഇങ്ങനെ വലിച്ചെടുത്തതിന് ശേഷം നമ്മൾ അടുത്ത സീക്വൻസ് അതിലേക്ക് കോർത്തെടുക്കുന്നു. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു സീക്വൻസ് വർക്കാണിത്. ബിഗിനേഴ്സിനാണെങ്കിലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ ഇതേപോലെ നമ്മൾ അടുത്ത സീക്വൻസ് കോർത്തെടുക്കാൻ വേണ്ടി പോവാണ്. ഇതേപോലെ അടുത്ത സീക്വൻസ് ഇതേപോലെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ടൈറ്റായിട്ട് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതേപോലെ സൈഡിൽ ഇതേപോലെ തന്നെ പുറത്തെടുത്തിട്ട് നമുക്ക് അടുത്ത സീക്വൻസ് വെച്ച് കൊടുക്കാം. ഇതേപോലെയാണ് ഫുൾ നെക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ കെട്ടിട്ട് വെച്ച് കൊടുക്കരുത്. ഇതേപോലെ നൂലിൻ്റെ അകത്തിട്ട് കുത്തരുത്. നൂലിങ്ങനെ മാറ്റി വെച്ചിട്ട് വേണം ഇതേപോലെ നമ്മൾ സൂചി കുത്തിയെടുക്കാനായിട്ട്. എന്നിട്ട് അടുത്ത സീക്വൻസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ടൈറ്റാക്കി പിടിച്ചിട്ട് വീണ്ടും നമുക്ക് ഇതേപോലെ ഒന്ന് കുത്തിയിറക്കിയിട്ട് അടുത്ത സീക്വൻസ് കോർത്തെടുക്കാം. ഇത് തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ പോലും തുടക്കത്തിൽ 1-2 വട്ടം നമുക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു ടഫ് തോന്നും. പക്ഷേ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഞാനാണെങ്കിലും ഇതേപോലെ നമ്മൾ യൂട്യൂബിലെല്ലാം വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഇതെല്ലാം മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമുക്ക് 1-2 എണ്ണത്തിൽ മിസ്റ്റേക്ക് വരുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിങ്ങനെ നെക്ക് ലൈനിൽ വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. നല്ല ഔട്ടറായിട്ട് നല്ല ഭംഗിയിലാണ് ഇത് കാണുന്നത്. അതുപോലെ നൈറ്റി പീസിലൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിസ്സാര പൈസയോ ആകത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ തയ്ച്ച് വരുമ്പോഴത്തേക്കും അത് നല്ലൊരു പാർട്ടി വെയർ ലുക്ക് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇതിപ്പോൾ ഞാൻ നിസ്സാര പൈസക്ക് വാങ്ങിയ തുണിയും ചെറിയ ചെറിയ ബീഡ്സുമാണ്. നിസ്സാര പൈസക്ക് വാങ്ങിയതാണെങ്കിലും നമുക്ക് തയ്ച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ഒരു പാർട്ടി വെയർ ലുക്കാണ് കുർത്തി തരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ ഭാഗവും നമ്മുടെ ഈ വീട് ഭാഗമൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാകും. അത് പേടിക്കാനൊന്നുമില്ല. നമ്മളിങ്ങനെ സൈഡിൽ കൂടി തന്നെ കറക്റ്റായിട്ട് അടുത്തടുത്ത് ഇതേപോലെ സൂചി കുത്തി ഇറക്കിയാൽ മാത്രം മതി. അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അകലം വരുത്താതെ ഇതേപോലെ കുത്തി ഇറക്കിയിട്ട് നമുക്ക് ഇത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഇതേപോലെ വളവ് വരുന്ന ഭാഗമൊന്നും നമുക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ തന്നെ ചെയ്തു പോയാൽ മതി. അപ്പം നമ്മുടെ നെക്ക് ലൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നല്ല ഫിനിഷിങ്ങിൽ നല്ല ഭംഗിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡിൽ 2 ഭാഗത്തുമാണ് ബീഡ്സ് വെച്ച് കൊടുക്കാനുള്ളത്. അതേപോലെ സ്ക്വയർ പോലെ വരുന്ന ഭാഗത്താണ് ഞാൻ വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഫ്രെയിം ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ഷുഗർ ബീഡ്സാണ് ഞാൻ ആദ്യമേ കോർത്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഒരു സിൽവർ കളറിലെ ഷുഗർ ബീഡ്സാണിത്. ഞാനപ്പോൾ ആദ്യമേ തന്നെ ഇത് കോർക്കാൻ വേണ്ടി പോകുന്നത് പ്ലീറ്റുള്ള ഭാഗമല്ല, അല്ലാതെ നേരെയുള്ള ഭാഗത്ത് ഇതേപോലെ സൂചി ഒന്ന് കെട്ടിയിട്ട് ഇതേപോലെ മുകളിലേക്ക് എടുത്തിട്ട് ഒരു 3 ബീഡ്സ് ആദ്യം തന്നെ കോർത്തെടുത്തു. എന്നിട്ട് ഇതിങ്ങനെ വലിച്ച് പിടിച്ച് നമ്മൾ താഴേക്ക് ഒന്ന് ടൈറ്റായിട്ട് പിടിച്ചിട്ട് വേണം താഴേക്ക് കുത്തി ഇറക്കാനായിട്ട്. ഇതേപോലെ കുത്തി ഇറക്കിയിട്ട് ഇതിൽ 2ാമത്തെ മുത്തുണ്ടല്ലോ, ആ മുത്തിൻ്റെ സൈഡിൽ കൂടി ഇതേപോലെ എടുത്തിട്ട് 1ാമത്തെ മുത്തിൻ്റെ അകത്ത് കൂടെ നമ്മൾ ഇതേപോലെ കയറ്റുക. എന്നിട്ട് വേണം ബാക്കി നൂല് കോർത്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ 1ാമത്തെ മുത്തിൻ്റെ അകത്ത് കൂടിയാണ് ഇങ്ങനെ കയറ്റിയെടുത്തത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് വലിച്ച് ഒന്ന് നേരെയാക്കി, നൂലൊന്ന് വലിച്ച് പിടിച്ച് നേരെയാക്കുക. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതേപോലെ 3-4 മുത്ത് ഇതേപോലെ കോർത്തെടുക്കാം. ഞാനപ്പോൾ അതേപോലെ കോർത്തെടുത്ത് ഇതേപോലെ ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് വേണം നമ്മൾ സൂചി ഇങ്ങനെ കുത്തി ഇറക്കാനായിട്ട്. ഞാനത് സൂചി ഇങ്ങനെ കുത്തി ഇറക്കി എന്നിട്ട് വീണ്ടും ഒരു 2-3 മുത്തിൻ്റെ താഴെയായിട്ട് സൂചി ഇങ്ങനെ താഴേന്ന് കുത്തി മുകളിലേക്ക് എടുക്കുക. അതേപോലെ എടുത്തിട്ട് ഞാനിപ്പോൾ 2 മുത്തിൻ്റെ നടുവിലായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ എടുത്തിട്ട്
രണ്ട് മുത്തിൻ്റെ അകത്ത് കൂടെ വീണ്ടും സൂചി പുറത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് വീണ്ടും നമുക്ക് ഇതേപോലെ മുത്തുകൾ കോർത്തിടാം. നമ്മളിങ്ങനെ മുത്തുകൾ കോർത്തിടുമ്പോഴത്തേക്കും നമുക്കൊരു 5-6 മുത്തും കൂടെ എക്സ്ട്രാ ഇതേപോലെ കോർത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെ നേരത്തെ ഇതേപോലെ തന്നെ താഴേക്ക് വലിച്ചു പിടിച്ചിട്ട് ഒന്ന് കുത്തിയെടുത്തിട്ട് വീണ്ടും ഒരു 2 മുത്തിൻ്റെ ഇടയിലായിട്ട് താഴെ നിന്ന് സൂചി മുകളിലേക്ക് കൊണ്ടുവന്ന് എന്നിട്ട് 2 മുത്തിൻ്റെ അകത്ത് കൂടി വീണ്ടും ഇട്ടിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും നൂലിലേക്ക് ഈ മുത്തുകൾ കോർത്തെടുക്കുക. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ തവണ കോർത്തെടുക്കുമ്പോഴാണെങ്കിലും നമ്മൾ സൂചി കുത്തുമ്പോഴാണെങ്കിലും നന്നായിട്ട് നൂല് ഇതേപോലെ വലിച്ചു പിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതേപോലെ 2-3 മുത്തിൻ്റെ അകത്ത് കൂടി ഇട്ടിട്ട് ഇതേപോലെ കോർത്തെടുക്കുക. ഇതല്ലാതെ നമുക്ക് എളുപ്പ വഴി ഒരെണ്ണം ചെയ്യാനുള്ളത് നൂലിൽ ഇതേപോലെ ബീഡ്സ് കുറച്ചധികം ഇതേപോലെ നമുക്ക് കോർത്തെടുത്തിട്ട് നമുക്ക് ഇപ്പം ഞാനിപ്പോൾ 2 മുത്തിൻ്റെ ഇടയിൽ കൂടിയാണല്ലോ കോർത്തെടുക്കുന്നത്. അതേപോലെ നമ്മളൊരു 10-15 മുത്ത് കയറ്റിയിട്ട് നമുക്ക് ഒരു 5-6 മുത്തിൻ്റെ ഇടയിൽ കൂടി നമുക്ക് ഇതേപോലെ കോർത്തെടുത്താലും മതിയാകും. ഇതിപ്പോൾ ഞാൻ കുറച്ച് വെച്ച് കോർത്തെടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇത് നന്നായിട്ട് വളഞ്ഞു പോകാതെ കറക്റ്റായിട്ട് ഇങ്ങനെ വരുന്നതിനാണ് ഞാൻ അധികം അങ്ങനെ കോർക്കാത്തത്. നമ്മളിപ്പോൾ അധികം മുത്ത് വെച്ച് ഇങ്ങനെ കോർത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗമ്മ് കൂടി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ചെറുതായിട്ടൊക്കെ ഒന്ന് വളഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ വേറൊരു മെത്തേഡ് ഉള്ളത്, ബീഡ്സ് ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് ഇപ്പോൾ മാലയിൽ നമ്മൾ മുത്ത് കോർക്കുന്ന പോലെ കോർത്തെടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ഭാഗത്ത് നമ്മളിപ്പോൾ കോർത്ത് നമുക്ക് മുത്ത് വരേണ്ട ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്ത് നമ്മൾ ഗമ്മൊന്ന് ഇട്ട് കൊടുക്കുക. ഗമ്മ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ആ നൂല് കോർത്തപാട് തന്നെ നൂലിൽ ബീഡ്സ് കോർത്തപാട് തന്നെ ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് തുന്നിയെടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഇതേപോലെ അറ്റം വരെ ഒന്ന് നമ്മൾ ബീഡ്സ് തുന്നിയെടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ ആ ഭാഗവും ആ ബീഡ്സിൻ്റെ ഭാഗവും കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് ഇതേപോലെ വൈറ്റ് ഒരു ട്യൂബ് ബീഡ്സാണിത്. അത് ഞാനിപ്പോൾ 2 സൈഡിലും ഇതേപോലെ വെച്ച് കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അറ്റത്ത് നിന്ന് ഞാൻ ഇതേപോലെ ഒന്ന് മുകളിലേക്ക് ചരിച്ചാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. നല്ല ടൈറ്റായിട്ട് ഇതിങ്ങനെ സൂചി കൊണ്ട് തന്നെ ഇതേപോലെ ടൈറ്റാക്കി വെച്ചിട്ട് ആ സൈഡിൽ ഇങ്ങനെ കുത്തിയെടുത്തു. എന്നിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ഇതേപോലെ മുകളിലേക്ക് സൂചി കൊണ്ടുവന്നിട്ട് അടുത്ത ബീഡ്സ് ഇതേപോലെ വെച്ചിട്ട് ഇതേപോലെ ചരിച്ച് വെച്ച് കൊടുത്താണ് ഒരു ഇലയുടെ ഷേപ്പ് പോലെ ഇതേപോലെ നമ്മൾ ചരിച്ച് വെച്ചാണ് ഈ ബീഡ്സ് ചെയ്യുന്നത്. എന്നിട്ട് താഴേക്ക് ഇതേപോലെ നൂല് വലിച്ചു പിടിച്ചിട്ട് ഇതേപോലെ താഴേക്ക് കുത്തി. ഇനി നമുക്ക് അടുത്ത ഇപ്പുറത്തെ വശത്താണ് കുത്താനുള്ളത്. ഒരു 1/4 ഇഞ്ച് അകലത്തിലാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത്. ഇതേപോലെ മുകളിലേക്ക് സൂചി എടുത്തിട്ട് അടുത്ത ബീഡ്സ് ഇതിൽ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ കറക്റ്റ് വലിച്ചു പിടിച്ചിട്ട് താഴേക്ക് കുത്തി. അതേപോലെ തന്നെ അടുത്ത ഇപ്പുറത്തെ സൈഡും താഴെ നിന്ന് സൂചി മുകളിലേക്ക് കുത്തിയിട്ട് ബീഡ്സ് ഇതേപോലെ കോർത്തിട്ട് കറക്റ്റ് വലിച്ചു പിടിച്ച് വീണ്ടും നമ്മൾ താഴേക്ക് സൂചി കുത്തി വലിച്ചെടുക്കുന്നു. ഈ 2 പ്രോസസ്സാണ് നമ്മൾ ഇത് ഫുള്ളായിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല, വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേറെ മെത്തേഡൊന്നും ഇല്ലാതെ ആണ് നമ്മളിത് ചെയ്യുന്നത്. സിമ്പിളായിട്ട് 2 സൈഡിലും ഇതേപോലെ തന്നെ ഒന്ന് ടൈറ്റായിട്ട് പിടിച്ചാൽ മാത്രം മതി. ഇതേപോലെ നമുക്ക് കോർത്തെടുക്കാം. ഈ ഭാഗം നമുക്ക് ഗമ്മിട്ട് ഒട്ടിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വാഷ് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് പോകാനിടയുണ്ട്. നമ്മളിങ്ങനെ തുന്നി വെക്കുമ്പോഴേക്കും നമുക്ക് അങ്ങനെ പോകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഇതേപോലെ എംബ്രോയ്ഡറി ആയിട്ട് ബീഡ്സ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു സൈഡ് മൊത്തം ഞാൻ ചെയ്ത് കഴിഞ്ഞ് ഇതേപോലെ തന്നെയാണ് 2 സൈഡും താഴെ ഒരു പ്ലീറ്റ് വന്നിരിക്കുന്ന ഭാഗവും ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും, നല്ല ക്ഷമ വേണ്ട ഒരു കാര്യമാണ്. എന്നാലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നല്ലൊരു പാർട്ടി വെയർ ലുക്ക് തന്നെയാണ് ടോപ്പിൽ കിട്ടുന്നത്.